10th ഞാൻ ഫെയിൽ ആയിരുന്നു മാത്സിൽ. ഐ വാസ് വെരി ബാഡ് ഇൻ മാത്സ്. 10th ഫെയിൽ ആണോ? ആണോ? ഒരു കാര്യത്തിലേക്ക് മറികടക്കും. അപ്പം പക്ഷെ എനിക്ക് ലാംഗ്വേജ് കിട്ടി. അപ്പൊ ഞാനാണ് ഫുൾ ഫെയിൽഡ് അല്ലേ? ഫുള്ള് പോയില്ലേ? ലാംഗ്വേജ് സബ്ജക്റ്റും പോയോ? ഇല്ല മാത്സ് മാത്രം. മാത്സ് മാത്രം. എത്ര സബ്ജക്ട് പോയി? 2 അല്ല, ഞാൻ ഫെയിൽ ആയത് കൊണ്ട് that is one of the reason I'm here എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്റെ പ്ലാൻ അല്ല, പക്ഷെ അത് സംഭവിച്ചു. ബിക്കോസ് ഓഫ് ദാറ്റ് സംതിങ് എൽസ് ഹാപ്പൻഡ്. ഞാൻ ബാസ്കറ്റ്ബോളിൽ കയറി, ഞാൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു, ഡിസ്ട്രിക്ട് റെപ്രസെന്റ് ചെയ്തു. അതുകൊണ്ട് ഒരു സ്കൂളിൽ കയറി. പിന്നെ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു എ കോളേജ് സ്പോർട്സ് കോട്ട. ആൻഡ് ഓൺലി ബിക്കോസ് ആ കോളേജിൽ കയറിയോണ്ട് ഐ ഗോട്ട് എ ജോബ് ഇൻ ചെന്നൈ ഇൻ എ കമ്പനി. ആൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു എയർലൈൻ. സോ ഇറ്റ്സ് ലൈക്ക് എ ചെയിൻ. എപ്പോഴും നല്ലത് സംഭവിക്കണമെന്നില്ല, പക്ഷേ മോശം സംഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഐ തിങ്ക് ദർ ഇസ് എ റീസൺ. എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോകുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ് റീസൺ വിൽ ടേക്ക് യു ടു എ ബെറ്റർ പ്ലേസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ പുട്ട് യു ഇൻ എ ബെറ്റർ മൊമെന്റ് എന്ന് ഞാൻ 100% ബിലീവ് ചെയ്യുന്ന ആളാണ്. ഓൾറെഡി ഇപ്പം ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടാവും ആട് 3നെ കുറിച്ചും ഏറാം 2നെ കുറിച്ചും. ഞങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് കാത്തിരിക്കുകയാണ്. ആട് 3 ഷൂട്ടിംഗ് നടക്കുന്നു. ഇപ്പോൾ ഡിസംബർ 10th ഒക്കെ ആകുമ്പോൾ കഴിയും ഷൂട്ട്. മാർച്ച് റിലീസ്. കൈദിയാണ് തമിഴ്. കൈദിയുടെ സീക്വൽ അത് നെക്സ്റ്റ് ഇയർ ഷൂട്ട് ചെയ്യും തോന്നുന്നുണ്ട്. അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി. എന്തുകൊണ്ടാണ് എബിക്ക് ശേഷം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാറ്? പ്രധാനപ്പെട്ട കാരണം എനിക്ക് നിറയെ സിനിമകൾ അഭിനയിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു സിനിമയുടെ സംവിധാനത്തിന് ഇറങ്ങി തിരിച്ചാൽ മിനിമം ഒരു 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ നമുക്ക് അതിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു കാരണം. 2, ഞാൻ ഈ സമയങ്ങളൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിനെ കാണുന്നത് മുൻപ് കാരവൻ്റെ പുറത്തായിരുന്നു കഥ പറയാനുള്ള സ്ഥാനം. പക്ഷേ ഇപ്പോൾ അതല്ല, എനിക്ക് അവരുടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അന്നൊരു കഥ പറയുന്നതിന് പറയും ഇപ്പോൾ എനിക്ക് 2-3 കഥകൾ പറയാം. അവർക്ക് ബോറടിച്ചില്ലെങ്കിൽ അവർ വീണ്ടും കഥ പറയാൻ പറയും. അപ്പോൾ അങ്ങനെ അത് നാളെ ഒരു പ്രോജക്റ്റാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇഷ്ക് എന്ന് പറഞ്ഞ കഥാപാത്രം ഇന്നും ആളുകൾ ഓർക്കാറുണ്ട്. ശരിക്കും ആ ഒരു എഫക്റ്റ് മാറിയോ? ഇപ്പോഴും കാസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ക് ശരിക്കും ഒരു കൺസിഡറേഷൻ പോയിന്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ എം വെരി താങ്ക്ഫുൾ. ഒരു ആദ്യമായിട്ടൊരു നടി, ഒരു ഹീറോയിൻ ലീഡ്, ഫീമെയിൽ ലീഡായിട്ട് കിട്ടിയത് ഇഷ്കാണ്. പിന്നെ അതിൽ അത്രയും ഒരു നല്ലൊരു മീറ്റി റോളും അത്ര നല്ലൊരു സബ്ജക്റ്റും നല്ല ആക്ട്രസിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ തന്നെ എനിക്ക് എപ്പോഴും മുന്നേയുണ്ട്. സുധികോപ്പ എന്ന് പറഞ്ഞൊരു നടനെ നമ്മൾ നോക്കുമ്പോൾ 2009 മുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2016 ഏകദേശം 9 പടങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അത്രയും തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യുന്നു. സിനിമയുടെ ഇഷ്ടം കൊണ്ടാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എവിടെയും ഒരുപോലെ ഒരു ഫീല് നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വരാറില്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതിന് എത്രമാത്രം ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അതിന് മുമ്പിൽ. ആമേൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഫസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ പടങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു മീശയും അപ്പോൾ എനിക്ക് വേറെ കണ്ടിന്യൂറ്റി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ നടക്കാം. അപ്പോൾ ഒരു ലുക്ക് ബേസ് പിടിക്കാം. അത് കഴിഞ്ഞ് പിന്നെ പടം നന്നായിട്ട് സക്സസ് ആയത് സപ്തമശ്രീ തസ്കര എന്നാണ് പടം. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ഈ നമ്മളിരുന്ന ഡ്രസ്സും നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമും നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ അത് തന്നെ അഭിനയത്തിനേക്കാൾ ഒരു പകുതി സെറ്റാകും അപ്പം തന്നെ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ദ റൈഡ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 5 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മലയാളികൾ എന്നും 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ജോണറാണ് ത്രില്ലർ. സോ വീണ്ടും മലയാളികൾക്ക് തിയേറ്ററിൽ ഗംഭീരമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രില്ലർ സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ദ റൈഡ് എന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി? ഇതൊരു യാത്രയാണ്. ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ യാത്ര. ഇത് ഒരു കൂട്ടം ആൾക്കാരുടെ യാത്രയാണ്. ആ യാത്രയിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ക്ലീശയാണ്. അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ അത് കാണുന്നവർക്ക് സ്പോയിലർ ആവുകൊണ്ട് അത് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. നല്ല രസമുള്ള യാത്രയായിരുന്നു. ആ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ത്രില്ലർ സിനിമകളുടെ ഭാഗമാവുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണറിലെ സിനിമകളുടെ ഭാഗമാവുക എന്ന് പറയുന്നത് വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും.
ഇപ്പൊ ഈ സിനിമ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിയപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് എന്താ? എനിക്ക് ദ വേ ദ സ്റ്റോറി ഇസ് പ്രസൻറ്റ്, അതായത് എല്ലാ കഥയ്ക്കും ഒരു കോർ ഒരു സാധനം ഉണ്ടാവില്ല. അതെങ്ങനെയാണ് അൺഫോൾഡ് ആകുന്നത് എന്ന് പറയുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആക്കിയത്. അതായത് ഞാനത് കഥ കേട്ട് കഴിഞ്ഞ അപ്പാട് ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബിക്കോസ് റിതേഷിന് പുള്ളിക്കാരന് ഡയറക്ടറിന് ഹി വാസ് ലൈക്ക് വാട്ട് ഐ സീരിയസ്, ഇഫ് യു വോണ്ട് ടേക്ക് ടൈം യു കൻ ടേക്ക് ടൈം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, നോ ഐ എം ഡൂയിങ് ഇറ്റ്. ബിക്കോസ് നമ്മൾ കഥ കേൾക്കുമ്പം തന്നെ നമുക്കറിയാം ഓക്കെ ആ സിനിമയ്ക്കുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണെന്നും അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഭാഗമാകണോ വേണ്ടതെന്ന്. ഇതിപ്പം ഞാൻ ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗം എന്ന് വയ്ക്കാം, പക്ഷേ എനിക്ക് ആ ചെറിയ ഭാഗം ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അറ്റ് ദ സെയിം ടൈം ആസ് എ ഹോൾ മൂവി ഇറ്റ് ഈസ് റിയലി വെൽ പ്രസൻറ്റഡ്. അതാണ് എന്നെ ഇൻട്രസ്റ്റിംഗ് ഇതിലേക്ക് കയറാൻ. ഗോപികൻ എന്താണ്? ഫോർ മീ, അതായത് ദിസ് ഇസ് മൈ ഡെബ്യൂ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൂവി ഫസ്റ്റ് ആണെങ്കിൽ പോലും കുറേ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസും മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഓൾ ദ റോൾസ് ദാറ്റ് കം മൈ വേ ആർ വെരി സിമിലർ. ലൈക്ക് ഹൂസ് ലൈക്ക് വെരി ഗുഡ് ഓർ വെരി ക്വയറ്റ് ഓർ വെരി ചാമിങ്. അപ്പോൾ അതിനൊക്കെ ഉപരി വേറൊരു കുറച്ച് ലെയേഴ്സ് കൊണ്ടുവരാൻ പറ്റിയൊരു, കുറച്ചധികം പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. എലോങ് വിത്ത് ഞാൻ അപ്പോഴും അറിഞ്ഞു ആരൊക്കെയാണ് കൂടെ ഉള്ളത്. അപ്പം വേറെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഐ സെഡ് യെസ് ടു ഇറ്റ്. സുചേട്ടന് എനിക്ക് സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ്, കഥ കേട്ടു, ഒന്നും നോക്കിയില്ല, കമ്മിറ്റ് ചെയ്തു. ഓക്കെ, കഥയാണ് മെയിൻലി അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ. പിന്നെ എനിക്ക് ചാലഞ്ചായിട്ടൊന്ന് തോന്നി, ഒരു വേറെ രീതിയിൽ അഭിനയിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അതിൽ അത്യാവശ്യം ഹോംവർക്ക് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പേഴ്സണലി ആ ചാലഞ്ച് ഒന്ന് ഏറ്റെടുക്കണമെന്ന് ഫീൽ ചെയ്ത് അങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. ഈ പടം എന്ന് പറയുന്ന ഒരു യാത്രയാണ്, ഒരു ജേണിയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജേണിയാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ അങ്ങനെ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓർത്തുന്ന ഒരു മെമ്മറി ഉണ്ടോ, അല്ലെങ്കിൽ ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇപ്പോഴും ഓർത്തുന്ന പേടിപ്പിക്കുന്നതാവാം, സന്തോഷമുള്ളതാവാം, അങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ യാത്ര എന്ന് ഓർത്ത് വെക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട് ഫ്രം കൊച്ചി ടു ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രം ആണ് എൻ്റെ സ്ഥലം. അപ്പം വീക്കെൻഡ്സ് ആകുമ്പോഴേക്കും ജോലി കഴിഞ്ഞിട്ട് കറക്റ്റ് എല്ലാ ഫ്രൈഡേയ്സും ഇങ്ങനെ പോകും, ജനശതാബ്ദിയിൽ പോകും. അപ്പം അങ്ങനെ ഒരു സമയത്ത് ജോലി കഴിഞ്ഞ് ഭയങ്കര വിശന്നിരിക്കുക, കഴിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല, അവിടെ പോയി ചായ കുടിക്കില്ല. അപ്പം അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴേക്കും റാൻഡംലി ഒരു ഗേൾ ഷീ കെയിം ആൻഡ് വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ട്രെയിനിൽ, ഇപ്പോൾ പുള്ളിക്കാരത്തി കൊല്ലം എന്താണ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പം എവിടെ ജോലി ചെയ്യണോ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ വിശന്നിരിക്കുക എന്നുള്ളതും പറഞ്ഞു. അപ്പം തന്നെ പുള്ളിക്കാരത്തി ആ പൊതി എടുത്തിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വി സ്റ്റാർട്ടഡ് ഷെയർ ചെയ്യുക. എനിക്ക് ആദ്യമായിട്ട് കാണുന്നത് ഇത് കോവിഡിന് മുന്നേ ആട്ടോ. സോ എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു തോന്നി. കാര്യം ഇങ്ങനത്തുള്ള കൈൻഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ യു സീ സച്ച് പീപ്പിൾ ഓൺലി വെൻ യു ട്രാവലിംഗ് അലോൺ. ആൻഡ് അതെനിക്ക് ഭയങ്കര സ്വീറ്റ് മെമ്മറിയാണ്. ഇറ്റ്സ് വെരി ഗുഡ് മെമ്മറി. നിങ്ങൾക്ക്? ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. ഞാൻ ക്യാബിൻ ക്രൂ ആയിരുന്നു അതിനു മുമ്പ്. സോ ഐ ഡിഡ് എൻ എമർജൻസി ലാൻഡിങ്. സോ ആ യാത്ര എന്ന് പറയുന്നത് എനിക്ക് ആ എമർജൻസി ലാൻഡിങ് ആണ് എന്നറിയുന്നത് ആ ലാൻഡിങ്ങിന് ഒരു 2 മിനിറ്റ് മുമ്പാണ്. ബിക്കോസ് 4 മിനിറ്റ്സ് ബിഫോർ. അപ്പം അതുവരെ ദ ഹോൾ ക്രൂ ദ ഹോൾ ഫ്ലൈറ്റ് എല്ലാവരും, ഞങ്ങളുടെ ക്രൂ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഇറ്റ് ബി ഫൈൻ, ഇറ്റ് ബി എ നോർമൽ ലാൻഡിങ്. പക്ഷേ ഒരു 4 മിനിറ്റിന് മുമ്പ് ക്യാപ്റ്റൻ വന്നിട്ട് എമർജൻസി എന്ന് പറഞ്ഞു. ആ ഒരു 4 മിനിറ്റിൽ ഐ തോട്ട് ഓഫ് എവറിബഡി ഇൻ മൈ ലൈഫ്. ലൈക്ക് ഐ തോട്ട് ഐ വുഡൻറ്റ് ബി മീറ്റിംഗ് ദം അഗൈൻ. So, but luckily it was a hard landing. The reason എന്താന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഹൈഡ്രോളിക്സിൽ ഓയിൽ ഹാസ് ലീക്ഡ് ഓഫ് ആൻഡ് ഹൈഡ്രോളിക്സിന് പ്രശ്നമായിരുന്നു. ഇഫ് ദ ഹൈഡ്രോളിക്സ് ഡസൻറ്റ് കം ഔട്ട് ഇറ്റ് വിൽ ബി എ ബെലി ലാൻഡിങ്. ഓക്കെ, പക്ഷേ ദർ ആർ സെവറൽ വേസ് ടു ഗെറ്റ് ദ ലാൻഡിങ് ഇറ്റ്സ് ഔട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഏതെങ്കിലും ഒരു വഴി. പക്ഷേ ആ മൊമെൻറ്റിൽ
just before landing, we are all seated, ready to hear the command. And അപ്പോൾ ക്യാപ്റ്റൻ എമർജൻസി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തലയിൽ, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാവരും ഓടി, എൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷേ വി വർ സ്ക്രീമിങ് വെൻ ക്യാപ്റ്റൻ സീസ് ദാറ്റ് നമ്മൾ ഒച്ചയെടുക്കണം, സോ ദാറ്റ് ദ പാസഞ്ചേഴ്സ് ഹാവ് ടു കവർ ദെയർ ഫേസ് ആൻഡ് ഇയേഴ്സ്, ഇങ്ങനെ കവർ ചെയ്യും. അത് എപ്പോഴും ഐ വിൽ നെവർ ഫർഗെറ്റ്. ദാറ്റ് ഇസ് 2008 May 24th. ഡേറ്റ് വരെ അത് നമുക്ക് കേൾക്കുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷൻ എന്ന് ഇമാജിൻ ചെയ്യാൻ കൂടെ പറ്റത്തില്ല. അത് ഭയങ്കരമായിരുന്നു. ആ ക്യാപ്റ്റൻ ആ പറഞ്ഞ ആ സെക്കൻഡ് പെട്ടെന്ന് എവറിത്തിങ് ഗോട്ട് കട്ട് ഓഫ്. ഞാൻ വിചാരിച്ചു ഐ വോണ്ട് ബി ഏബിൾ ടു സീ മൈ ഫാമിലി എന്ന് പറയുന്ന ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം റൺവേയുടെ 2 സൈഡിലും സോ മെനി ആംബുലൻസസ്, സോ മെനി ഫയർ എൻജിൻസ് എല്ലാം ഉണ്ടായിരുന്നു. സംതിങ് അത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുമല്ല, ഞാൻ ആ ഒരു മൊമെന്റിലാണ് നമ്മൾ സഡൻലി വി വിൽ റിയലൈസ് ഓക്കെ വാട്ട് ഡു വി ഹാവ് ഇൻ ലൈഫ്, ഓക്കെ ഹൗ ലോങ് ഡു വി ഹാവ് എന്ന് പറയുന്നത്. സുധിച്ചേട്ടന് അങ്ങനെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താ? പല ടൈപ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. TTR ഇപ്പോൾ പിടിക്കുമെന്ന് അങ്ങനെ ടിക്കറ്റ് മനപ്പുറം എടുക്കാത്തല്ല, ചില സാഹചര്യം കൊണ്ട് അങ്ങനെ ഉള്ളുണ്ട്. ആംബുലൻസിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. പെട്ടെന്ന് ആ ഒരു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട യാത്ര വന്നിട്ടുണ്ട്. അപ്പോൾ പല യാത്രയ്ക്കും പല പല സ്വഭാവമാണല്ലോ. അപ്പോഴാണ് നമുക്ക് ട്രാഫിക് എത്ര ഉണ്ടെന്ന്, ആംബുലൻസ് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സമയത്തിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരൊക്കെ കയറുന്ന ഇറങ്ങുന്നത് ശ്രദ്ധിക്കുന്നത്. ഒരു TTR ഒക്കെ വരുമല്ലോ, അപ്പോൾ ഓരോ യാത്രയ്ക്കും നമ്മുടെ കയ്യിലിരിപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇതുപോലെ തന്നെ. മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് ഫ്രണ്ട്സ് ബാംഗ്ലൂർ പോയെന്നൊക്കെ പറയും. അവർ പോയി ഒരു ബാംഗ്ലൂർ പോയിടാ, നിന്നെ നോക്കിയിട്ട് കണ്ടില്ല തരുമ്പോൾ അടുത്ത വണ്ടി കയറി നമ്മൾ തിരെ പുറകെ പോവാ. അവരവിടെ പോയി കണ്ടുപിടിക്കും. അതൊരു യാത്രയാണ്. കണ്ടുപിടിച്ചിട്ട് ആകെ പെട്ടു. കാര്യം അവിടെ കിടക്കാനും സ്ഥലമൊന്നും ഇല്ല നമുക്ക്. ആവേശമില്ല. അങ്ങനെ അങ്ങനെ പോണേ, നമുക്ക് വിളിച്ച് ചോദിച്ചൊക്കെ പോവല്ലേ. എൻ്റെ അവിടെ അവരെ പോയി കണ്ടുപിടിക്കാൻ എന്നിട്ട് അങ്ങനത്തെ യാത്രകളൊക്കെ വേറെ ടൈപ്പ് ഒരു യാത്രയാണ്. ഒരുപാട് യാത്രകൾ അല്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇവിടെ യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു. എപ്പോഴും യാത്രയൊക്കെ ഇങ്ങനെ എപ്പോഴും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, കറങ്ങാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്ന അത്ര യാത്രകൾ കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ വീട്ടിൽ കുത്തിരിക്കുന്ന ഇഷ്ടമാണ്. സോ ഐ തിങ്ക് ഐ അപ്രീഷിയേറ്റ് മോർ ഓഫ് ദ സൈലൻസ് ബിക്കോസ് ഓഫ് ദ യാത്രാസ്. ഒത്തിരി അലിഞ്ഞ് കറങ്ങി അപ്പം മനസ്സിലാവും. ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അത്ര യാത്രകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചില വേറൊരു ആസ്പെക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ റൈറ്റ് നൗ എൻ്റെ ലൈഫിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് പീസാണ്. സമാധാനം, പീസ്, ക്വയറ്റ്, സൈലൻസ്, അതൊക്കെയാണ് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്കിപ്പോൾ ഐ അപ്രീഷിയേറ്റ് ജസ്റ്റ് സ്റ്റേയിങ് ഹോം ഇൻ മൈ കംഫർട്ട് സോൺ. അതാണ്. അടുത്ത പടത്തിൽ വിളിക്കണം കേട്ടോ. അടുത്ത പടത്തിൽ കട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമകള് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ജേർണി തന്നെ ഒരു വലിയൊരു യാത്രയാണ്. ചിലപ്പം ഓരോ സെറ്റിൽ നിന്നും വേറൊരു സെറ്റിലേക്ക് പോകുന്നതും പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ യാത്രയാണ്, പുതിയ കാര്യങ്ങളാണ്. വർക്ക് എന്നും നമുക്ക് ഇഷ്ടമാണ്. അത് ആ പ്രോസസ്. അങ്ങനെ ആ ഒരു യാത്ര, ആ ഒരു ബിസിനസ് ഇഷ്ടം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല, ഒരു ഹലബു കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരുന്ന ഒരു സമാധാനം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ധാരാളം യാത്രകൾ പോയിട്ടുണ്ട്. ഭയങ്കര സ്കെയറി ആയിട്ടുള്ള ഹരീഷിൻ്റെ കഥ കേൾക്കുമ്പോൾ നേരെ വളരെ സന്തോഷമുള്ള യാത്ര പറയാം. യാത്ര സന്തോഷമുള്ളതല്ലായിരുന്നു, പക്ഷേ ആ യാത്ര ചെന്ന് ഫൈനൽ ഡെസ്റ്റിനേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കൊണ്ട് ആ യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കൊങ്കൺ റെയിൽവേ തുടങ്ങിയ കാലത്ത് 97 ഞാൻ പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലം. അപ്പോൾ ടിക്കറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫുട്ബോളിൽ നിൽക്കുകയായിരുന്നു. ആ നിൽപ്പ് പിറ്റേന്ന് ഒരു 11:15 വരെ. ഇന്ന് രാവിലെ 3:15 കയറിയിട്ട് 3:35 സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിന് നാളെ വീട്ടിൽ പോയി ഇറങ്ങുന്നത് വരെ ഞാൻ ആ ഫുട്ബോളിൽ നിന്നാണ് യാത്ര ചെയ്തത്. ബോംബെയിൽ ഒരു രാത്രി പകലാവുന്നത് വരെ ആ ഫുട്ബോളിൽ തൂങ്ങി നിന്നു. ഓരോ സ്റ്റേഷനിൽ ഇറങ്ങും, കയറി നിൽക്കും.
നമ്മുടെ സന്തോഷം നമ്മൾ ചെല്ലുന്നത് ഹെയർ ഓഫ് ഫെയറി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്കാണ്. അപ്പോൾ എത്ര സ്ട്രെയിൻഡ് ആണെങ്കിലും എത്ര കൺഫ്യൂസ്ഡ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള അന്ന് പ്രിൻ്റ് ഔട്ടൊന്നുമില്ല. നമ്മൾ പേപ്പറിൽ പേന കൊണ്ട് തന്നെ എഴുതിയ പ്രിൻ്റ് ഔട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ പിറ്റേന്ന് കാണുന്നത് അക്ഷയ് കുമാറിനെയാണ്, പരേഷ് റാവലിനെയാണ്, സുനിൽ ഷെട്ടിയെയാണ്, തബുവിനെയാണ്, അസ്രാണി സാറിനെയാണ്, ഓംപുരിയാണെന്നൊക്കെ പറയുന്ന ചിന്തയാണ് ഇന്നത്തെ ഈ പട്ടിണിക്ക്. അപ്പോൾ നമ്മൾ ആ യാത്രയിൽ നമ്മുടെ ഈ സിനിമയിൽ പല ഇടങ്ങളിൽ നിന്ന് വന്ന് പല ആൾക്കാർ പല സ്റ്റേഷൻസിൽ ഇറങ്ങുന്നുണ്ട്, അവരൊക്കെ ആയിട്ട് ചങ്ങാന്നുണ്ടാവുന്നുണ്ട്. ഗോവ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഗോവയിൽ ചെന്നപ്പോൾ ഗോവയിൽ വേറൊരു മൂഡാണ്. അങ്ങനെ പോയി എവിടെയോ എത്തുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മളെക്കാളും ഇരിക്കാൻ അർഹതപ്പെട്ട വയസ്സായ ആൾക്കാരൊക്കെ, പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇരുത്തി ഓരോ സ്റ്റേഷനിലും ഇറങ്ങി പിറ്റേന്ന് 11:15 വരെ, ഇന്ന് രാവിലെ 3:15 തുടങ്ങിയാൽ നാളെ 11:30, 11:25 വരെ ആ യാത്ര ചെയ്ത് അവിടെ ചെന്നൊരു ഒരു ടാക്സി എടുത്ത് റൂമിലെത്തി. ഞാൻ കിടന്നേ ഓർമ്മയുള്ളൂ, ഞാൻ എഴുന്നേക്കുന്ന പിറ്റേ ദിവസം രാവിലെയായിരുന്നു. സോ അതൊരു ഗംഭീര യാത്രയായിരുന്നു. രാവിലെ എഴുന്നേക്കുന്നു, അന്ന് തന്നെ ഫ്രഷായി. ഈ ഒരു ദിവസം മാറിയത് ഞാൻ അറിയുന്നില്ല. ഒരു ദിവസം ഉറക്കം ഒരു ദിവസം കഴിഞ്ഞത് അറിയുന്നില്ല. പിറ്റേന്ന് ഞാൻ ചെല്ലുന്നത് കമാലിസ്ഥാൻ സ്റ്റുഡിയോയിൽ അക്ഷയ് കുമാറിൻ്റെയും സുനിൽ ഷെട്ടിയുടെയൊക്കെ മുമ്പിലേക്കാണ്. അതിപ്പോഴും ആ ഫസ്റ്റ് ഡേ ഓഫ് ഹെയർ ഓഫ് ഫെയറി ഇപ്പോൾ യൂട്യൂബിൽ തപ്പേ കിട്ടും. നമ്മൾ ആ വീഡിയോ ക്ലാപ്പ് പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലും ഈ തലേന്ന് കഴിഞ്ഞ ദിവസത്തെ ഞാൻ ധരിച്ചത് ഇവിടെ വന്നെല്ലാം മറക്കുന്നത്. പക്ഷേ എൻ്റെ ആ യാത്രയിൽ ഞാൻ പരിചയപ്പെട്ടവർ തന്നെ എൻ്റെ തലയ്ക്കോത്രൊക്കെ ഇറങ്ങരുത് ഇവരെ കാണുമ്പോൾ. സോ ഇറ്റ് ഇസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ കരിയറിൽ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു ഇപ്പം നിൽക്കുന്ന ഒരു സക്സസ് ഉണ്ടല്ലോ. അപ്പോൾ യാത്രയെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അത് ഇപ്പം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിനൊരു വൺ ലൈൻ ആയിട്ട് ആ യാത്രയെ ഓർത്ത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും തോന്നുക മനസ്സിൽ? I think I would say I'm blessed. പിന്നെ സക്സസ് എന്നൊരു വാക്കും അതിൽ അപകടമാണ്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ യാത്രകൾ എന്തായാലും ആ യാത്രകൾ അനുഭവിക്കുന്ന സമയത്ത് പോലും ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യാത്രയുടെ സമയത്തുണ്ടാകുന്ന ഫിസിക്കൽ സ്ട്രെയിനൊക്കെ മാറിയിട്ട് അത് നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് ആണ്. അതൊരു അനുഭവമാകുമ്പോഴാണ് സുഖമാവുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു യാത്രകൾ ഒരിക്കലും നമുക്ക് പെയിൻഫുൾ അല്ല കേട്ടോ. അത് യാത്രകൾ എപ്പോഴും നമുക്ക് ബെനിഫിഷ്യറിയാണ്. ഒരു യാത്ര തുടങ്ങി അവസാനിക്കുമ്പോൾ നമ്മൾ അതേ ആൾ തന്നെ അല്ലാതാവുന്നു, നമ്മൾ വേറെ ആളാവുന്നു എന്നാണ് പറയുക. ഓരോ യാത്രകളും നമ്മളെ പുതുക്കുന്നു എന്നാണ് പറയുക. പുഴ പോലെ, പുഴ എപ്പോഴും പുതിയതല്ലേ. അപ്പോൾ നമ്മൾ ഓരോ യാത്ര കഴിയുമ്പോൾ നമ്മൾ പുതുക്കപ്പെടുന്നു എന്നാണ് പറയുക. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും കരിയറിൽ ഒരു മികച്ച കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ ആളുകൾ ഇന്നത് ഓർത്ത് ആ ക്യാരക്ടറെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് 2022 ശേഷം ചെയ്യുന്ന മലയാളത്തിലെ പടമാണ്. അപ്പം ഇഷ്ക് എന്ന് പറഞ്ഞ കഥാപാത്രം ഇന്നും ആളുകൾ ഓർക്കാറുണ്ട്. ശരിക്കും ആ ഒരു എഫക്റ്റ് മാറിയോ? ആളുകൾ ഇപ്പം എപ്പോഴും മറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പോഴും ഇഷ്കി തന്നെയാണോ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്? ഇല്ല, സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന വെച്ചാൽ മനസ്സിലായില്ല എങ്ങനെ സ്റ്റിക്ക് ഓൺ. ഇപ്പം ആ ഒരു എഫക്റ്റ് മാറി, ഇഷ്കിലെ നായിക എന്ന രീതിയിൽ നിന്ന് മറ്റു സിനിമകൾ ചെയ്യുന്നില്ല. ഇപ്പോഴും കാസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ക് ശരിക്കും ഒരു കൺസിഡറേഷൻ പോയിന്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ എം വെരി താങ്ക്ഫുൾ. ഒരു ആദ്യമായിട്ടൊരു നടി, ഒരു ഹീറോയിൻ ഫീമെയിൽ ലീഡായിട്ട് കിട്ടിയത് ഇഷ്കാണ്. പിന്നെ അതിൽ അത്രയും ഒരു നല്ലൊരു മീറ്റി റോളും അത്ര നല്ലൊരു സബ്ജക്റ്റും നല്ല ആക്ട്രസിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ തന്നെ എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. ആൻഡ് അത് ആ പടം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഓൾ ദീസ് ഡോർസ് വുഡ് ഹാവ് ഓപ്പൺ ഫോർ മീ. അപ്പോൾ ഇപ്പോഴും തമിഴിലോ വേറെ ഏത് അതർ ലാംഗ്വേജിലും കാസ്റ്റ് ചെയ്യുവാണെങ്കിലും ഇഷ്ക് ഇസ് ഓൾവേസ് ഒരു കൺസിഡറിങ് ഫാക്ടറാണ്. ഇപ്പം സുധീകോപ്പ എന്ന് പറഞ്ഞൊരു നടനെ നമ്മൾ നോക്കുമ്പോൾ 2009 മുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പം 2016 ഏകദേശം 9 പടങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അത്രയും തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യുന്നു. സിനിമയുടെ ഇഷ്ടം കൊണ്ടാണ്. അപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന കഥാപാത്രം അതിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്താലും തുടരെ ഓരോ വർഷങ്ങളും സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളായിട്ട് ഒരു സാമ്യം നമുക്ക് തോന്നാറില്ല. ചിലപ്പോൾ ക്യാരക്ടേഴ്സിന് എവിടെയെങ്കിലും ഒരു മാക്സിമം എവിടെയെങ്കിലും തോന്നിയെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എവിടെയും ഒരുപോലെ ഒരു ഫീല് നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വരാറില്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതിന് എത്രമാത്രം ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അതിന് മുമ്പിൽ? ഹാർഡ് വർക്ക് ഉണ്ടതല്ലേ അതിനകത്ത്. ആദ്യകാലം ഞാൻ സിനിമ ചെയ്യുമ്പോൾ ആമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഫസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ പടങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു മീശയും അപ്പോൾ എനിക്ക് വേറെ കണ്ടിന്യൂറ്റി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ നടക്കാം. അപ്പോൾ ഒരു ലുക്ക് ബേസ് പിടിക്കാം. അത് കഴിഞ്ഞ് പിന്നെ പടം നന്നായിട്ട് സക്സസ് ആയത് സപ്തമശ്രീ തസ്കര എന്നാണ് പടം. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ഈ നമ്മളിരുന്ന ഡ്രസ്സും നമ്മൾ
ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമും നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ അത് തന്നെ അഭിനയത്തിനേക്കാൾ ഒരു പകുതി സെറ്റാവും അപ്പം തന്നെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ വരുത്താനുള്ള ശ്രമമൊന്നും നടത്തിയിട്ടൊന്നുമില്ല. നമുക്ക് അതിനുള്ള സ്പേസ് ഡയറക്ടർ തരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറ്റേ ഡയറക്ടർ പറയുന്ന രീതിയിൽ ചെയ്യുന്നില്ല. നമ്മളതിനകത്ത് ഹോംവർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹോംവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദിവസവും ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രത്യേകിച്ച് നമ്മളത് നമ്മൾ പോലും അറിയാതായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. നമുക്കറിയില്ല അതിനെപ്പറ്റി. കാര്യം അങ്ങനെ ഞാൻ കൃത്യമായിട്ടൊരു സ്ഥലത്ത് ഒരു സാധനം പഠിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ നടന്ന് കണ്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതൊരു ബ്രില്യൻസാണ് വേറെ. ഇപ്പോൾ നമ്മളൊരു പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു ക്യാരക്ടർ കണ്ടു പഠിച്ചിട്ട് അതൊന്നും അഭിനയിക്കുക, അത് വേറൊരു ബ്രില്യൻസാണ്. നമുക്കതൊന്നും അത്രയും സമയമൊന്നും അത് കാര്യമില്ല നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്. നമ്മളെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ നമുക്ക് നേരത്തെ സ്ക്രിപ്റ്റ് ആയിരിക്കും അങ്ങനത്തെ സാഹചര്യമൊന്നും ഇല്ലല്ലോ. പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ ആളുകളെ നമ്മൾ ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്ന പുതിയ ആളുകളെ കാണുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവരുടെ സംസാര രീതിയൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടാറുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രാക്ടീസ് പഠിത്തം അതിന്റെ പുറകെ ഉണ്ടാവില്ല? സ്വാഭാവികമായിട്ട് ഒബ്സർവ് ചെയ്യും നമ്മൾ. അത് അഭിനയിക്കുന്ന എല്ലാവരും, പാട്ട് പാടുന്ന എല്ലാവരും, നമ്മളെല്ലാം കൂടുതൽ നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം അത്. ഇന്ന് തിങ്കളാഴ്ച ഒബ്സർവേഷൻ, ഓക്കെ ചൊവ്വാഴ്ച, അങ്ങനെ അല്ല, അങ്ങനെ പറ്റില്ലല്ലോ. ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഇപ്പൊ നേരത്തെ യാത്ര എന്ന് പറഞ്ഞില്ലേ, ആ യാത്രയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതല്ല. ഇപ്പം മറ്റെല്ലാ ലാംഗ്വേജിലും സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ വർഷത്തിലും സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. മലയാളത്തിനെക്കാട്ടും മറ്റു ഭാഷകൾ, തെലുങ്കിലും തമിഴിലൊക്കെയാണ് സിനിമകൾ റിലീസ് ആവുന്നത്. അപ്പൊ അരീഷ് എന്നൊരു ആക്ടറിനെ മറ്റ് ലാംഗ്വേജിലെ ആളുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു. മലയാളത്തിൽ അത്ര ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? എവിടെ? കേരളത്തില്, മലയാളത്തില്? ഇല്ല, സി എല്ലാത്തിനും ഒരു ജേർണി ഉണ്ടല്ലോ. എനിക്ക് ഓക്കെ ഞാൻ ഇതാണ് ചെയ്യേണ്ടത്, ഞാൻ ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന ഒരു സാധനമല്ല. സി എല്ലാത്തിനും ഞാൻ ഭയങ്കരമായിട്ടൊന്നും പ്ലാൻ ചെയ്യാറില്ല. ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിക്കും. അതല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ന് പറയുന്ന സാധനമല്ല. അത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന സാധനമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ 10th ഞാൻ ഫെയിലായിരുന്നു മാത്സിൽ. ഐ വാസ് വെരി ബാഡ് ഇൻ മാത്സ്. 10th ഫെയിൽഡാണോ? ഒരു കാര്യത്തിലേക്ക് മറികടക്കും. പക്ഷെ എനിക്ക് ലാംഗ്വേജ് കിട്ടി. അപ്പൊ ഞാനാണ് ഫുൾ ഫെയിൽഡ് അല്ലേ? ഫുള്ള് പോയില്ലേ? ലാംഗ്വേജ് സബ്ജക്റ്റും പോയോ? ഇല്ല, മാത്സ് മാത്രം. എത്ര സബ്ജക്റ്റ് പോയി? 2 അല്ല, ലാംഗ്വേജ് പോയി, എത്ര സബ്ജക്റ്റ് പോയി? ഓക്കെ, അങ്ങനെ ഞാൻ അതൊരു എനിക്ക് മറികടക്കാൻ പറ്റുന്ന ആഗ്രഹം. എനിക്ക് തോന്നുന്നു അത് ഞാൻ ഫെയിൽ ആയത് കൊണ്ട് that is one of the reason I'm here എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്റെ പ്ലാൻ അല്ല. പക്ഷെ അത് സംഭവിച്ചു. ബിക്കോസ് ഓഫ് ദാറ്റ് സംതിങ് എൽസ് ഹാപ്പൻഡ്. ഞാൻ ബാസ്കറ്റ്ബോളിൽ കയറി. ഞാൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു, ഡിസ്ട്രിക്ട് റെപ്രസെന്റ് ചെയ്തു. അതുകൊണ്ട് ഒരു സ്കൂളിൽ കയറി. പിന്നെ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു എ കോളേജ് സ്പോർട്സ് കോട്ട. ആൻഡ് ഓൺലി ബിക്കോസ് ആ കോളേജിൽ കയറിയോണ്ട് ഐ ഗോട്ട് എ ജോബ് ഇൻ ചെന്നൈ ഇൻ എ കമ്പനി. ആൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു എയർലൈൻ. സോ ഇറ്റ്സ് ലൈക്ക് എ ചെയിൻ. അപ്പം ഇതൊന്നും പ്ലാൻ ചെയ്തല്ല, പക്ഷേ ഐ എം ഹിയർ. അതേസമയം ലൈഫിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു തോൽവി സംഭവിക്കുന്ന സമയത്ത് അവിടെ തന്നെ ഡിപ്രഷൻ അടിച്ച് ഇനി ലൈഫില്ലാൻ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ തോൽവിയിൽ നിന്നും വിജയിക്കാനും അല്ലെങ്കിൽ അതിലൊരു മനസ്സ് കണ്ടെത്തുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അത് ഭയങ്കര എളുപ്പകാര്യമല്ല. അതായത് നമുക്ക് എപ്പോഴും നല്ലത് സംഭവിക്കണമെന്നില്ല. പക്ഷെ മോശം സംഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഐ തിങ്ക് ദർ ഇസ് എ റീസൺ. എന്തെങ്കിലും നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോകുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ് റീസൺ വിൽ ടേക്ക് യു ടു എ ബെറ്റർ പ്ലേസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ പുട്ട് യു ഇൻ എ ബെറ്റർ മൊമെന്റ് എന്ന് ഞാൻ 100% ബിലീവ് ചെയ്യുന്ന ആളാണ്. അത് ശരിയാണ്, ഭയങ്കര പോയിന്റാണ് പറഞ്ഞത്. ഗോപിയുടെ ആദ്യത്തെ പടമാണ്. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ 10th കാര്യം ചോദിക്കല്ലേ, അത് സെയിം ആയിരിക്കുള്ളൂ. അപ്പൊ ഇവരുടെ കൂടെ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇരിക്കുമ്പോഴേ നിങ്ങൾ ഭയങ്കര ഫീലിംഗ്, ഞങ്ങൾക്ക് ഫീലിംഗ് ഇല്ലാതെ ഞങ്ങൾ പിന്നെ ജയിച്ചു. ഗോപിക്ക് ചില ഫീൽ എനിക്ക് 86% ഉണ്ടായിരുന്നു. മൊത്തം 1 മുതൽ 10 വരെ. അപ്പൊ ഇപ്പം
ഈ കൂടെ നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ത്രില്ലർ വിഭാഗത്തിൽ പടം എന്ന് പറയുമ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ഡയറക്ടർമാർ പറയാറുണ്ട്. അതായത് എപ്പോഴും സീരിയസ് ആയിരിക്കണം, അതായത് തമാശകളും പറയാൻ പാടില്ല. ഞാൻ ഇന്റർവ്യൂ വന്നിരുന്നപ്പോൾ നിങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, തമാശകൾ പറയുന്നുണ്ട്. ആദ്യ പടമാണ്. സോ കോ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ അന്ന് ഈ പരമസുന്ദരി എന്ന പടത്തിലൊക്കെ കാസ്റ്റ് ചെയ്ത സമയത്ത് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ വേറെ മാറിയൊക്കെ ഇരിക്കും, ബുക്കൊക്കെ വായിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച് വേണ്ടിയിരുന്നു. ടോട്ടൽ സീക്വൻസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ വേണം. ഒരു വലിയ പേഴ്സൻറ്റേജ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ 4 പേരിൽ നിന്ന് ഒരു കാര്യം പഠിച്ചൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഞാൻ ആദ്യം പറയാം, എനിക്ക് ഗോപികയുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഐ ഡോണ്ട് ഫീൽ ഷീ വാസ് ഡൂയിങ് ഹർ ഫസ്റ്റ് ഫിലിം. ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ ഞാൻ വിറച്ചുകൊണ്ടിരുന്നത് എനിക്കേ ഓർമ്മയുള്ളൂ. പക്ഷേ യുനോ വെൻ ഷീ വാസ് പെർഫോമിങ് ഷീ വാസ് ഭയങ്കര ഈസി എന്ന് പറയുന്നതിനെങ്കിലും ഭയങ്കര എളുപ്പത്തിലാണ് അവർ ചെയ്യുന്നത്. അത് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ജനറേഷൻ, ഇങ്ങനെ ഈ റീസെന്റ് ജനറേഷൻ കൊണ്ടാണോ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഷീ വാസ് ടു ഗുഡ്. അതിന് ഒരു ഒരുക്കി തന്നത് ഇവരെല്ലാരും തന്നെയാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഷൂട്ടിന് മുന്നേ തന്നെ വി ഹാഡ് ദിസ് അതിന് മുന്നേ നമുക്ക് റീഡിംഗ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പം ആ ക്യാരക്ടർ എന്താണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ളതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായി. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്കൊരു സീൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെയും നമ്മളൊരു റിഹേഴ്സൽ പോലെ ചെയ്യും. അപ്പോൾ ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. അപ്പൊ ഞാനും ഒരു ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവരും എന്നെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല. അതിനാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മേജർ ഒരു വലിയ കാര്യം പറയാനെങ്കിൽ അത് ഇപ്പം ഡയറക്ടർ റിതേഷ്, സോ പുള്ളിക്കാരൻ ആ ക്രിയേറ്റ് ചെയ്ത ഒരു സ്പേസ് ഫോർ ദി ആക്ടേഴ്സ് ടു പെർഫോം, ടു ഗിവ് ദെയർ ഇൻപുട്സ്, ആ ഒരു കൊലാബറേഷൻ, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഇതിനൊക്കെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ദാറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ബിഗിനിങ്. അതായത് സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ആ ഐസ് ബ്രേക്കിംഗ്. അധികം ഇപ്പോൾ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സാധനമല്ല, പക്ഷെ എന്നാലും ദെർ വിൽ ബി ഒരു ഓൾറെഡി അറിയാമെന്ന് പറയുന്ന ഒരു സ്പേസിൽ, ഒരു കഥേൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാവരും ഇരുന്ന് വായിക്കുമ്പോൾ ഒരു ഈസിനെസ് ഉണ്ടാവും. അത് ഉണ്ടായി കഴിഞ്ഞപ്പം പിന്നെ അവിടെ ഷൂട്ട് സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ആംബിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എല്ലാവർക്കും കൂടി പെർഫോം ചെയ്യാൻ പറ്റുന്ന അത് റിതേഷും നമ്മളൊരു കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ എടുക്കുന്നതും പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറയുന്ന ഒരു ഇൻപുട്സും, ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. അതൊരു നല്ലൊരു കൊലാബറേഷൻ ആണ് ഫോർ എ ക്രിയേറ്റീവ് വർക്ക്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്ന് ഒരു സീൻ ചെയ്യുമ്പം ഇറ്റ് വിൽ ഓൾവേസ് എലിവേറ്റ്. നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിലുള്ള സാധനം ഓക്കെ ഇതാണ് ഡയലോഗ്, നിങ്ങൾ തിരിഞ്ഞു പോയിക്കോ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നതിനെക്കാട്ടിലും ആ ഒരു ഡിസ്കഷൻ നടന്ന് ഒരു കൊളാബറേഷനിൽ ഒരു സീൻ വരുമ്പോൾ ഇറ്റ് വിൽ റിയലി ഇവോൾവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പം ആക്ടറാവും, ഡയറക്ടറാവും, പ്രൊഡ്യൂസറാവും, റൈറ്ററാവും, സിനിമയുടെ എല്ലാ ഭാഗങ്ങളിലും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കും. അപ്പം എബിന്ന് പടം ഡയറക്ടറിന് ശേഷം ഞങ്ങൾ പടങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഇപ്പോഴും ഡയറക്ടറായിട്ടുള്ള ഒരാൾ സിനിമയിൽ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് പിന്നെ തിരിച്ച് സിനിമകൾ ചെയ്യാൻ പഠിക്കണേ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് എബിക്ക് ശേഷം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുക? പ്രധാനപ്പെട്ട കാരണം എനിക്ക് നിറയെ സിനിമകൾ അഭിനയിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു സിനിമയുടെ സംവിധാനത്തിന് ഇറങ്ങിത്തിരിച്ചാൽ മിനിമം ഒരു 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ നമുക്ക് അതിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു കാരണം. 2, ഞാൻ ഈ സമയങ്ങളൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിനെ കാണുന്നത് മുൻപ് കാരവൻ്റെ പുറത്തായിരുന്നു കഥ പറയാനുള്ള സ്ഥാനം. പക്ഷേ ഇപ്പോൾ അതല്ല, എനിക്ക് അവിടെ പിരിയാൻ പറ്റുന്നുണ്ട്. അന്ന് ഒരു കഥ പറയുന്നതിന് പറയും, ഇപ്പോൾ എനിക്ക് 2 3 കഥകൾ പറയാം. അവർക്ക് ബോറടിച്ചില്ലെങ്കിൽ അവർ വീണ്ടും കഥ പറയും. അപ്പോൾ അങ്ങനെ അത് നാളെ ഒരു പ്രോജക്റ്റായി കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സോ അധികം താമസിക്കാതെ സംവിധാന സംരംഭങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ. ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടും ആ ഒരു ടീമിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ഡയറക്ഷൻ, ഇപ്പം വെട്ടം പോലത്തെ ഒരു പടം എങ്ങനെ അദ്ദേഹം ചെയ്തു നമ്മൾ ഇപ്പോഴും ആളുകൾ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ഇത്രയധികം കാസ്റ്റിംഗ് അതെങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു എന്ന്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ഡയറക്ഷൻ എങ്ങനെയായിരുന്നു അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വേറെ ഫസൽ സാറിൻ്റെ കൂട്ടത്തിൽ ഒരു ഫിലിം കുറച്ച് നാളുകൾ വർക്ക് ചെയ്തല്ലാതെ പിന്നെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫിലിം ഡയറക്ഷൻ മെത്തേഡാണ്. അപ്പോൾ അതിൽ അന്നത്തെ കാലത്തെ ഷൂ സ്ട്രിങ് ബജറ്റും
പല പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 20 ദിവസം കൊണ്ടും 28 ദിവസം കൊണ്ടുമൊക്കെയാണ് നമ്മൾ തേന്മാൻ മുഖം ഫിലിം 7 അവാർഡുകൾ വാങ്ങിയ സിനിമയുടെ സീൻസ് എല്ലാം 28 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. 35 ഡേയ്സിൽ തീർന്ന സിനിമയാണ് നമ്മൾ കാണുന്നത്, സോങ് അടക്കം. അപ്പം അത്രയും കൃത്യമായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തരംതിരിച്ച് കണ്ട് വളരെ പ്രൊഫഷണലായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സാബു സരളും സന്തോഷ് ശിവനും PC ശ്രീറാമും അങ്ങനെയുള്ള, പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടനും ഒക്കെ ആയിട്ടാണ് പ്രോജക്റ്റുകളുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ 13ഓളം സിനിമകളിൽ, മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലടക്കം 13ഓളം സിനിമകളിൽ ഞാൻ അതിനോട് അസിസ്റ്റ് ചെയ്തു. അപ്പം എനിക്ക് നാളെ അല്ലെങ്കിൽ എബി അല്ലെങ്കിൽ മറ്റ് സിനിമകളിലൊക്കെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് ആ എക്സ്പീരിയൻസ് തന്നെയാണത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നാണത്. അതിൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ സിനിമ വന്നതിന് ശേഷമുള്ള കാലമല്ല. ഓരോ ഫിലിം റീലുകൾക്കും 11,500 റുപ്പീസാണ് ഇവിടുന്ന്. ഫിലിം ഫോർമാറ്റ്, മൂവി ഫോർമാറ്റിൽ നിന്ന് ഫിലിം മാറുമ്പോൾ ഇവിടെ 11,500 രൂപയാണ് അല്ലേ? 500 ഡേയ്സ് ഫിലിമിന് ക്യാമറമാനോട് ഉണ്ട്. 11,500 രൂപയാണ് ഒരു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പക്ഷേ ഒരു ഹാർഡ് ഡിസ്ക് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഒരു മച്ച് മോർ. സോ ഇന്നത്തെ ഒരു സാഹചര്യമേ അല്ല. ഒരു 3 ടേക്ക് 4 ടേക്കിൽ കൂടുതൽ പോയാൽ അടുത്ത സിനിമയിൽ നമ്മൾ ഉണ്ടാവില്ല, അവൻ ഫിലിം തിന്നും എന്ന് പറയും. അപ്പോൾ അത് മാറിയിട്ട്, അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സംവിധാന സഹായിയായിട്ട് പ്രവർത്തിച്ചത്. വെട്ടമൊക്കെ ഞങ്ങളുടെ ഉള്ള സിനിമയായിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ മുഴുവൻ കൂടെ നിൽക്കാൻ പറ്റി. അപ്പോൾ നാളെ സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എബി പോലുള്ള സിനിമ ചെയ്യുമ്പോഴും പരസ്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പ്രയോജനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പം അഭിനയിക്കുമ്പോഴും അദ്ദേഹം ആർട്ടിസ്റ്റുകളോട് പറഞ്ഞു കൊടുക്കുന്നതും ആർട്ടിസ്റ്റിന് പൊസിഷൻ കൊടുത്തതും അവർക്ക് ബ്രീഫ് കൊടുത്തിട്ട് അവരത് പെർസ്യൂ ചെയ്തിട്ട് അവർ ഒരു പുതിയ പരിപാടിയായിട്ട് പറയുന്നതൊക്കെ ഞാൻ അടുത്തുനിന്ന് കാണാൻ എനിക്ക് പറ്റി. അപ്പോൾ ഇപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സിനിമ എപ്പോഴും ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണല്ലോ. ബാക്കി എല്ലാവരും മാറിയിട്ട് എത്രയോ നാൾ മുമ്പ് ഒരു തിരക്കഥാകൃത്ത് എഴുതിയ സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അവരൊക്കെ മാറി നിന്നിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഏൽപ്പിക്കുമ്പോൾ ലൈറ്റ് ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് തരേണ്ട ആളാണ് ആർട്ടിസ്റ്റ്. അപ്പം അത്രയും ഗൗരവമുള്ള പണിയാണ്. അപ്പം പക്ഷെ അവിടെയും ടെക്നീഷ്യനാണല്ലോ. ക്ലോസിനും മിഡിനും ട്രാക്ക് ഷോട്ടിനും നൈറ്റ് എഫക്റ്റിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഇമോഷൻസ് എല്ലാം വർക്ക് ചെയ്യണം. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദമാണ്. അപ്പോൾ അതിന് എനിക്ക് ഇപ്പോൾ നടനായിട്ട് നിൽക്കുമ്പോൾ, പെർഫോമറായിട്ട് ക്യാമറ മുമ്പ് നിൽക്കുമ്പോൾ എനിക്ക് സഹായകമായത് അന്ന് അത്രയും കാലം അസിസ്റ്റന്റ് ഡയറക്ടറായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുറച്ച് സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ഷൻ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ചേട്ടൻ ചെയ്യണം എൻ്റെ ആഗ്രഹം. ചെയ്യണം, ഇവരെ കാസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. അടുത്ത സിനിമയിൽ എന്തായാലും ഇവർക്ക് അവസരം തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ രണ്ടുപേരെ കാണുന്ന സമയത്ത് സിനിമയുടെ 2ാം ഭാഗത്തിനെ കുറിച്ച് ഓൾറെഡി ഇപ്പം ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടാവും. ആട് 3നെ കുറിച്ചും ഏറാം 2നെ കുറിച്ചും. ഞങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് പറയാമോ? ആട് 3 ഷൂട്ടിംഗ് നടക്കുന്നു. ഇപ്പോൾ December 10th ഒക്കെ ആകുമ്പോൾ കഴിയും ഷൂട്ട്. മാർച്ച് റിലീസ്. ഫ്രഷർ കാത്തിരിക്കുന്ന ഒരു പടം കൂടിയാണ്. അല്ല, കൈദിയാണ് തമിഴ്. കൈദിയുടെ സീക്വൽ അത് നെക്സ്റ്റ് ഇയർ ഷൂട്ട് ചെയ്യും തോന്നുന്നു. അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദ റൈഡ് ഇപ്പോൾ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഞാൻ ടീസർ കണ്ടു, ഗംഭീര ടീസറാണ്. ഒരു മലയാളം പടം എന്നല്ല, ഒരു ഇംഗ്ലീഷ്. ഒരുപാട് ഒരു ടെക്നീഷ്യന്മാരൊക്കെ പുറത്തുനിന്നാണ്. സോ അതിൻ്റെ ഒരു നമുക്ക് കാണാൻ പറ്റും ടീസറിൽ, അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതിനൊരു പുതുമ കൂടിയുണ്ട്. ഇപ്പോൾ തിരക്കഥയുടെ കാര്യത്തിലായാലും ഇതൊക്കെ പറയേണ്ട പ്രേക്ഷകരാണ് തീർച്ചയായിട്ടും. പക്ഷേ നമുക്കെല്ലാവർക്കും അതിൽ പണിയെടുത്തവർക്കും ആ അപ്രോച്ച്, തിരക്കഥയെ മലയാളികളുടെ സിനിമയായി ഇത് മലയാളത്തിൽ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നൊരു മനസ്സുണ്ടല്ലോ. ഒരു നോർത്ത് ഇന്ത്യൻ, ഹിന്ദി ബോളിവുഡിലെ ഒരു മനസ്സ് അതിൽ വർക്കായിട്ടുണ്ട്. ടെക്നീഷ്യൻസ് എല്ലാം ശ്രീനഗറിൽ നിന്നാണ് നമ്മുടെ ക്യാമറമാൻ. എഡിറ്റ് ചെയ്യുന്നത് സൂരജാണ്, നമ്മുടെ കിഷ്കിന്ദ കാണ്ഡം സ്റ്റേറ്റ് അവാർഡ് വിന്നർ. അപ്പോൾ അത്തരത്തിലുള്ള കൂടിച്ചേരൽ ഇതിലുണ്ട്. ഒരു പാൻ ഇന്ത്യൻ കൂടിച്ചേരൽ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അത് നമ്മളും ഭയങ്കര പോസിറ്റീവായിട്ട് മുമ്പോട്ട് കാണും. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ റീസെൻറ്റ് ടൈംസിൽ കോവിഡ് അല്ലെങ്കിൽ കോവിഡിന് മുമ്പ് തൊട്ട് ഇവിടെ മലയാള സിനിമയിൽ വരുന്ന കണ്ടന്റ് ആൻഡ് സിനിമകൾ എല്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ നോക്കുന്നുണ്ട്. എല്ലാ ലാംഗ്വേജസിൽ നിന്നും they're attracted to മലയാളം ഫിലിംസ് ബിക്കോസ് ഓഫ് ദ കണ്ടന്റ്. അപ്പം അങ്ങനത്തെ ഒരു പോയിന്റിൽ ഇതിപ്പം ഈ ഒരു കണ്ടന്റ് അവർ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർ ഇവിടെ വന്ന് മലയാള സിനിമ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ബിഗ് തിങ്. ഞങ്ങൾ മലയാളികൾക്ക് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും. റിതേഷ് ബീങ് എ മലയാളി, ബട്ട് ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് ഇൻ Bombay, but I think we should welcome them
അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.